ഞാൻ ആദ്യമൊരു കഥ പറയാം. ഒരു ഒരു മിത്താണ് കേട്ടോ ഈ കഥ. ഇതിന് വലിയ സീരിയസ് ആയിട്ട് എടുക്കരുത്, കഥയാണ്. ഒരു വണ്ട് ഒരിക്കലൊരു പറന്ന് പോയിട്ടൊരു ലൈബ്രറിയിലെത്തി. ലൈബ്രറിയിൽ നിന്ന് ഈ വണ്ടൊരു എയറോനോട്ടിക് എൻജിനീയറിങ്ങിൻ്റെ ഒരു പുസ്തകം എടുത്ത് വായിച്ചു. അവിടെ ഒരു പുസ്തകം ഇരിക്കുന്നു. വിമാനം പറക്കുന്നതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ വസ്തുതകളെക്കുറിച്ചിട്ട് വിശദീകരിക്കുന്ന ഒരു പുസ്തകമായിരുന്നു അത്. ആ പുസ്തകം ഈ വണ്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ വണ്ടൊന്ന് പറന്നു പോകാൻ ശ്രമിച്ചപ്പോൾ വണ്ടിന് പറക്കാൻ പറ്റുന്നില്ല. ഇത് പൊതുവെ വിശ്വാസ സംഹിതകളെക്കുറിച്ചിട്ട് പ്രസംഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ഒരു കഥയാണ്. ഈ കാര്യത്തെ ഇത് അശാസ്ത്രീയമാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറേ എക്സ്പ്ലനേഷൻസും വന്നിട്ടുണ്ട് കേട്ടോ. ബട്ട് ഈ കഥ ഞാനിപ്പോൾ ഇവിടെ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ വണ്ട് പറക്കുന്നത് എയറോനോട്ടിക് എൻജിനീയറിങ്ങിൻ്റെ മനുഷ്യൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടല്ല. മനുഷ്യനൊരു വിമാനം പറത്താൻ ഉപയോഗിക്കുന്ന ടെക്നോളജി യൂസ് ചെയ്തിട്ടല്ല വണ്ട് പറക്കുന്നത്. അതിൻ്റെ എൻജിനീയറിങ്, അതിൻ്റെ പറക്കൽ എൻജിനീയറിങ് ഡിഫറെൻ്റാണ്. അപ്പോൾ വണ്ട് പോയിട്ട് ഈ മനുഷ്യൻ്റെ എയറോനോട്ടിക് എൻജിനീയറിങ് പഠിക്കേണ്ട ആവശ്യമില്ല. പഠിച്ചു കഴിഞ്ഞാൽ അതിന് തലതിരിയുക ചെയ്യുക, അതിന് അതിൻ്റെ മേലുള്ള കോൺഫിഡൻസ് കുറയും. ഈ കഥയുടെ തന്തു എന്താണെന്നറിയോ? വണ്ട് വളരെ ഭാരിച്ചൊരു ശരീരവും വളരെ ചെറിയ ചിറകും ഉപയോഗിച്ചിട്ടാണ് പറക്കുന്നത്. ബട്ട് എയറോനോട്ടിക് എൻജിനീയറിങ്ങിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ഫ്ലൈയിങ് ഒബ്ജക്റ്റിനെ നമുക്ക് ഫ്ലൈ ചെയ്യിപ്പിക്കണമെങ്കിൽ അതിൻ്റെ ചിറകുകൾക്ക് അതിൻ്റെ ടോട്ടൽ ബോഡി വഹിക്കുന്ന ബോഡിയേക്കാൾ കൂടുതൽ ഒരു പ്രത്യേക പ്രപ്പോർഷനൊക്കെ ഉണ്ട്. ചിറകുകളുടെ വലിപ്പം, വിസ്തൃതി, ചിറകുകളിൽ ഉപയോഗിക്കുന്ന ആ ഒരു പുള്ളിങ് ഫോഴ്സ്, ഇതിലൊക്കെ ഒരു പ്രപ്പോർഷൻ ഉണ്ട്. ആ പ്രപ്പോർഷൻ അനുസരിച്ച് മാത്രമേ പറക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എയറോനോട്ടിക് എൻജിനീയറിങ്ങിൽ പറയുന്നത്. പക്ഷേ ഒരു വണ്ട് പറക്കുന്നത് മനുഷ്യൻ്റെ ആ എൻജിനീയറിംഗ് മെത്തേഡ് അനുസരിച്ചിട്ടല്ല. കാരണം വണ്ടിൻ്റെ ബോഡി വലുതും ചിറക് വളരെ ചെറുതും ദുർബലവുമാണ്. പക്ഷെ എന്നാലും വണ്ട് പറക്കുന്നുണ്ട്. പക്ഷേ വണ്ട് ഈ പുസ്തകം വായിച്ചത് കാരണം അത് വഴിതെറ്റി, അതിന് പറക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതിൻ്റെ ലൈഫ് തന്നെ സ്പോയിലായി. ഇതാണ് ആ കഥ. ഈ കഥ ഞാനിപ്പോൾ ഇവിടെ എന്തിനാണ് പറഞ്ഞതെന്നറിയോ? പുസ്തകം വായിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ. പുസ്തക വായനയുടെ ഒരു അടുക്കും ചിട്ടയുള്ള മെത്തേഡ് തന്നെ ഞാൻ പലപ്പോഴായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ കാലത്ത് പുസ്തക വായന മാത്രമല്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് പുസ്തക വായനയേക്കാൾ കൂടുതൽ ആളുകൾ അറിവ് തേടുന്നത് ഗൂഗിൾ സെർച്ചും യൂട്യൂബ് വീഡിയോസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. എല്ലായിടത്തും ശ്രദ്ധിക്കണം. എന്താ ഇതിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, അറിവുകൾ ധാരാളം ഇങ്ങനെ ഒറ്റ നോണ്ടലിൽ, ഒറ്റ ടച്ചിൽ അറിവുകൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മസ്തിഷ്കത്തിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ ഓവർലോഡിങ് ചെയ്യും. ഇൻഫർമേഷൻ ഓവർലോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആകെപ്പാടെ സംഭവിക്കുക ഹാങ് ആവും എന്നുള്ളതാണ്. എല്ലാ ഇൻഫർമേഷൻ ഓവർലോഡിങ് അങ്ങനെ പ്രശ്നമില്ല. പക്ഷേ ഒരേ സബ്ജക്റ്റിൽ വളരെ വ്യത്യസ്തമായ ആശയങ്ങൾ ഈ ലോകത്ത് ലഭ്യമാണ്. ഒരു സബ്ജക്റ്റിൽ ഇന്ത്യൻസിൻ്റെ അഭിപ്രായം, അമേരിക്കൻ്റെ അഭിപ്രായം നമുക്കിപ്പോൾ നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടും. ഒരേ സബ്ജക്റ്റിൽ വ്യത്യസ്ത മതസ്ഥരുടെ അഭിപ്രായം കിട്ടും, വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണകോണിലുള്ള അഭിപ്രായങ്ങൾ കിട്ടും. ഓരോ മനുഷ്യനും ജീവിക്കുന്നത് ഒരു പ്രത്യേക തരം അറിവിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പം ഞാൻ ജീവിക്കുന്നത് ഒരു പ്രത്യേക അറിവിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പൊതുവെ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ പറയുന്ന ഒരാളാണ്. കുറച്ച് മാറി ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ചിന്തിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഡിസൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാൻ പോയി ചിന്തിക്കാറില്ല. ഇതൊരു രീതിയാണ്, ചിന്തിക്കുന്ന ഒരു രീതി, ജീവിതത്തോടുള്ള ഒരു പ്രത്യേക അപ്രോച്ചാണ്. ഇതല്ലാത്ത വേറെ കുറേ അപ്രോച്ചുകളുണ്ട്. ആ അപ്രോച്ചുകളെയൊക്കെ അത് ശരിയല്ല എന്നുള്ള രീതിയിൽ തന്നെ പറയുവാനും സമർത്ഥിക്കുവാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും എൻ്റെ ജോലി അതല്ല. അതോ ഈ ലോകത്തിലുള്ള പലതും ശരിയല്ല എന്ന് പറയലല്ല എൻ്റെ ജോലി. എൻ്റെ ജോലി എന്താ വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ജീവിത രീതികളെക്കുറിച്ച്, ജീവിതത്തിനെ ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡുകളെക്കുറിച്ചിട്ട് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപൂർവമായിട്ട് എന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് ഉത്തരം എന്നോണം ഞാൻ ചില കാര്യങ്ങളൊക്കെ തിരുത്തി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറയുമ്പോഴും എൻ്റെ ഒപ്പീനിയൻ കേട്ടോ, എൻ്റെ ഒപ്പീനിയനിൽ അത് അങ്ങനെയല്ല എങ്ങനെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള സബ്ജക്റ്റ്, മാനിഫെസ്റ്റേഷൻ എന്ന സബ്ജക്റ്റ്, അത്ഭുത രോഗശാന്തി ശുശ്രൂഷകൾ, ദൃഷ്ടി രക്ഷാകവചം, അതുപോലെ ധനാകർഷണ ഭൈരവ യന്ത്രം, ഇങ്ങനെയുള്ള സാധനങ്ങൾ, സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം,
ഇങ്ങനെ മരണാനന്തര ജീവിതം, കർമ്മഫലം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും വ്യത്യസ്തമായ ആശയങ്ങൾ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. അത് എന്നോട് അത്തരത്തിലുള്ള ആശയങ്ങളിൽ മുഴുകിപ്പോയിട്ട് കുടുങ്ങിപ്പോയ ചില ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് ഞാൻ ഉത്തരമായിട്ട് പറഞ്ഞിട്ടുള്ളതാണത്. ഞാനിതുപോലെ ഈ വെബിനാറുകളിൽ സംസാരിക്കുന്നതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്ന പീസുകളാണ് നമ്മുടെ ടീം യൂട്യൂബിലിടുന്നത്. അല്ലാതെ ഞാൻ യൂട്യൂബിന് വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ഇല്ല. അതുകൊണ്ട് തന്നെ ചില പ്രത്യേക ആളുകളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളുടെ സമസ്യയ്ക്കുള്ള വേറൊരു ടൈപ്പ് ചിന്താഗതി പരിഹാരമാണ് അത്തരത്തിൽ ചില സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരോടും എല്ലാ സമയത്തും ക്ഷമിക്കരുത്, സഹിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കേണ്ടി വരുന്നു? ക്ഷമിച്ചിട്ടും സഹിച്ചിട്ടും അയോഗ്യനായൊരു വ്യക്തിയുടെ മുന്നിൽ ക്ഷമിക്കും സഹിക്കും ചെയ്തിട്ട് സ്വന്തം ജീവിതം അവരുടെ കാലിനിടയിൽ തേഞ്ഞരഞ്ഞു പോകുന്ന ഘട്ടത്തിലെത്തിയ ആളുകൾ എന്നോട് സംശയം ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങളാണത്. അതുപോലെ തന്നെ ഈ ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചിട്ട് അതെല്ലാം ഒരു കത്തിൽ നിന്നും കഥയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന് പിന്നീട് പ്രചാരം ലഭിച്ച് മാർക്കറ്റിൽ വിലസുന്ന സാധനങ്ങളാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പഠിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട്. എൻ്റെ മേഖലയല്ല അത്. പക്ഷേ എൻ്റെ മുന്നിൽ ഇത്തരം ആശയങ്ങളിൽ കുടുങ്ങിയിട്ട് സ്വന്തം ലൈഫ് സ്പോയിലായി നിൽക്കുന്ന ആളുകൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ അത്തരത്തിലുള്ള ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആശയങ്ങൾ കൂടുതൽ ഞാനേ ഇതിൽ പെട്ടുപോയി, ഈ ഒരു വാക്കാണ് എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചിട്ട് കുറച്ചുകൂടെ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് മെസ്സേജ് എത്തിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്ന് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് തന്നെ എക്സ്ക്ലൂസീവ്ലി ചെയ്യാറുമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ചിന്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മനുഷ്യർ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ അറിവും ബിലീഫ് സിസ്റ്റവും കാരണം അവർ ചിലതിൽ പോയി പെട്ടിട്ടുണ്ട്. അവർ റോങ് ആയിട്ടുള്ള അറിവുകൾ, റോങ് എന്നുള്ളത് എൻ്റെ അഭിപ്രായമാണ്, ഞാൻ വീണ്ടും പറയുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിൽ പോയി ചാടിയിട്ട് വേറെ സിമ്പിൾ എക്സ്പ്ലനേഷൻസ് ഇവിടെ ഇരിക്കെ കോംപ്ലിക്കേറ്റഡ് എക്സ്പ്ലനേഷൻസിൻ്റെ പിന്നാലെ പോയിട്ട് ജീവിതത്തെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ റോങ് റൈറ്റ് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ആകെ ഒരു റീസൺ ഉണ്ടാവാറുള്ളൂ. ഒരു കാര്യം നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് റോങ് ആണെന്നാണ് ഞാൻ പറയും. നമ്മൾ മനുഷ്യർ കണ്ടെത്തിയ എല്ലാ ആശയങ്ങളും, മതങ്ങൾ, ഇസങ്ങൾ, ചിന്താഗതികൾ, വിശ്വാസങ്ങൾ, അറിവുകളൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിലെ സമസ്യകളെ ലഘൂകരിക്കുവാൻ ഉപകരിക്കുന്നവയായിരിക്കണം. അവയെ മോർ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുകയും ജീവിതത്തിൻ്റെ ഒഴുക്കിനെ കൂടുതൽ ബാധിക്കുകയും മറ്റുള്ളവരെ ബാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ ഞാൻ റോങ് എന്ന് പറഞ്ഞിട്ട് തന്നെ പഠിപ്പിക്കുക. അപ്പോൾ അത് റോങ് ആണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി എന്തൊക്കെ പഠിക്കണോ അത് ഞാൻ പഠിപ്പിക്കും. അതെൻ്റെ ഒരു രീതിയാണ്. ദിസ് ഈസ് മൈ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇവിടെ നിന്ന് പഠിക്കുന്നു ഒരാൾ, എന്നിട്ട് വേറെ എവിടെയോ പോയിട്ട് വേറെന്തോ പഠിക്കുന്നു, അല്ലെങ്കിൽ വേറെന്തോ പഠിച്ചു വന്നിട്ട് പിന്നെ ഇത് പഠിക്കുന്നു. ഇത് രണ്ടും പഠിച്ചിട്ട് രണ്ടുപേരും വിശ്വസനീയ ആളുകളാണെന്ന് തോന്നും ചെയ്തു. ഞാൻ പറയുന്നതും വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ഒരു വ്യക്തി പറയുന്നു. അപ്പോൾ എല്ലാവരോടും കയറി ക്ഷമിക്കരുത്, സഹിക്കരുത്, തരം നോക്കിയിട്ടേ നമ്മളതൊക്കെ ചെയ്യാവൂ, നല്ല വാല്യൂസ്, നല്ല മനുഷ്യരുടെ കൂടെയൊക്കെ യൂസ് ചെയ്യുക. ഒരു ദുഷ്ടൻ്റെ മുന്നിൽ നിങ്ങൾ ക്ഷമ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്, ഒരു ദുഷ്ടനെ വളർത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ഞാനിവിടെ പറയും. എന്നാൽ ഏതൊരു മനുഷ്യനോടും ക്ഷമിക്കണം. ഈ ലോകത്തിലുള്ള എല്ലാവരും പാവങ്ങളാണ്. അവരെ തെറ്റ് ചെയ്യുന്നത് അവരറിഞ്ഞുകൊണ്ടല്ല, അവരങ്ങനെ ജനിച്ചത് കൊണ്ടാണ്, അവരുടെ നിയോഗമാണ്, അവരോട് ക്ഷമിക്കാനുള്ള കഴിവ് വേണമെന്നൊക്കെ പഠിപ്പിക്കുന്ന വേറെ ആൾക്കാരുണ്ടാവും. ഇത് രണ്ടും സ്ഥിരം കേട്ടോണ്ടിരിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? ആകെ തല അവിയിലായി ഉണ്ടാവും അല്ലേ? അതുകൊണ്ടൊരു വ്യക്തി യൂട്യൂബിൽ നിന്ന് വീഡിയോസ് കാണുമ്പോഴും പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഒക്കെ ആദ്യം സ്വന്തം സ്ട്രീം തീരുമാനിക്കണം. ഞാൻ ചിന്തിക്കുവാനും പഠിക്കാനും ജീവിക്കുവാനും വിശ്വസിക്കുവാനൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ ടൈപ്പിലാണ് എന്നുള്ളത് സ്വയം തീരുമാനിക്കണം. എന്നിട്ട് അതിന് ഉതകുന്നത് മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ഒരു ഫിൽട്ടറിങ് അവനവൻ തന്നെ ചെയ്യണം. ഈ ലോകം അറിവിൻ്റെ ഒരു കൂമ്പാരമാണ്. ഇതൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അവിടുത്തെ എല്ലാ സാധനവും മരുന്നാണ്. പക്ഷേ എല്ലാ മരുന്നും കൂടെ നമ്മൾ വാങ്ങി ഉപ്പേരി വെച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മരുന്ന്, ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ മരുന്ന് പോയിട്ട് നോക്കുക എന്നുള്ളതാണ്. ഇതുപോലെയാണ് ഈ അറിവുകൾ എന്ന് പറയുന്നത്. എല്ലാം മെഡിസിൻ തന്നെയാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ അറിവുകളും മനുഷ്യന് ഉപകരിക്കുന്നുണ്ടാവും. ഈ ലോകത്തിലെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ചില അറിവുകളുണ്ട്, ചില പ്രാക്ടീസുകളുണ്ട്. പക്ഷെ അത് ചില ആളുകൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അറിവുകൾ വ്യത്യസ്തമാണ്.
ഓരോരുത്തരും നിന്ന് സംസാരിക്കുന്ന പ്ലാറ്റ്ഫോം ഡിഫറെൻ്റാണ്. ഓരോരുത്തരും പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതും ലൈഫിൽ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ളതും മറ്റു പലരുടെയും ലൈഫിൽ എക്സ്പെരിമെൻ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യം ഡിഫറെൻ്റാണ്. ഞാൻ നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ സോൾമേറ്റ് ഇൻ ട്വിൻ ഫ്ലെയിമിനെയൊക്കെ കുറിച്ചിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ആളുകൾ, അതിൻ്റെയൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകൾ, അതിലൂടെ ഒരുപാട് പേരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയെടുത്ത അനുഭവം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ എന്തുകൊണ്ടാണ് അതിൻ്റെ ഒന്നും പിന്നാലെ പോകരുത് എന്ന് പറഞ്ഞതെന്നറിയോ? അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നാലെ ഒന്നും നമ്മൾ പോകരുത് എന്നാണ് പൊതുവെ ഞാൻ പറയുക. ഇത്തരം ആശയങ്ങൾ എവിടെ കേട്ടാലും യു ടേൺ അടിക്കണം എന്നാണ് ഞാൻ പറയുക. ഇത് പറയാൻ കാരണം എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ ഇത്തരത്തിലുള്ള ആശയങ്ങളിൽ വിശ്വസിച്ച് ചില ബന്ധങ്ങളുണ്ടാക്കി ആ ബന്ധങ്ങൾ പിന്നീട് മോശമായി മാറിയിട്ട് കുടുംബം മുഴുവൻ നശിച്ചു പോയിട്ട് എൻ്റെ മുന്നിൽ വന്നിരുന്ന ആളുകൾ, അവരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കുകൾ ഈ സാധനം എങ്ങനെ അപകടകരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് ഇതിൽ നിന്ന്, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ നിന്നും മുക്തമായി ജീവിക്കൂ, അപ്പോൾ നിങ്ങൾ ഓക്കെ ആവും എന്ന്. ലോ ഓഫ് അട്രാക്ഷൻ്റെ പിന്നാലെ പോയിട്ട് എന്തൊക്കെയോ കയറി ആഗ്രഹിക്കുകയും അതൊക്കെ നടക്കുമെന്ന് വിചാരിക്കുകയും പല പ്രാക്ടീസ് 2 കപ്പ് മെത്തേഡ്, 3 കപ്പ് മെത്തേഡ്, 111, 999 എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് ഒന്നും നടക്കാതെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരാളോട് അതൊന്നും നടക്കാൻ പോകുന്നില്ല, അതൊക്കെ വിടൂ. നടക്കുന്നതിനനുസരിച്ച് ചിന്തിക്കൂ, ചിന്തിച്ചിട്ട് അത് നടക്കണമെന്ന് വാശി പിടിക്കാതിരിക്കൂ. സങ്കല്പവും റിയാലിറ്റിയും തമ്മിൽ ഒരു ഫൈറ്റ് വരുമ്പോൾ റിയാലിറ്റിക്ക് അനുസരിച്ച് സങ്കല്പിക്കാൻ പഠിക്കൂ. അല്ലാതെ സങ്കല്പത്തിനനുസരിച്ച് റിയാലിറ്റി ആക്കി മാറ്റാൻ എപ്പോഴും പറ്റണമെന്നില്ല. ഇങ്ങനെ എൻ്റെ മുന്നിൽ ദയനീയ അവസ്ഥയിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ ഉള്ളിൽ ഒരാശയം ഉണ്ടായതാണ്, ആളുകളെ ഇത് പഠിപ്പിക്കണം, ഇത് പറയാനും ഒരാൾ വേണം ഈ ലോകത്തിൽ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, എല്ലാം കൂടെ പോയി പഠിക്കുന്ന ഒരാളുടെ തല അവിയിലാവും. പുസ്തകങ്ങൾ വായിക്കുമ്പോഴും യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നതും കാണണമെന്നോ കേൾക്കണമെന്നോ ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾക്ക് ഉതകുന്ന, നിങ്ങൾക്ക് പറ്റുന്ന ഒരു രീതി, ചിന്താരീതി എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇത് കാണുക. ഓക്കെ, അല്ല നിങ്ങളുടെ ചിന്താരീതി വേറൊന്നാണെങ്കിൽ അത് കാണുക. ബട്ട് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഒറ്റ കാര്യം, അത് നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണോ ലഘൂകരിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിക്കണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്നറിയോ? വായന അല്ലെങ്കിൽ അറിവുകൾ ശേഖരിക്കൽ, ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ കയറി തലയിൽ കയറ്റരുത്. അപ്പം ഞാനൊരു ചിട്ട തരാൻ പോവുകയാണ്. ഇത് യൂട്യൂബ് വീഡിയോസ് കാണുക അങ്ങനെയുള്ള കാര്യങ്ങളിലും യൂസ് ചെയ്യേണ്ടത് തന്നെയാണ്. ബട്ട് ഇപ്പം ഞാൻ പറയുന്നത് വായനയുടെ കാര്യത്തിലാണ്. പുസ്തക വായന കൂടിയിട്ട് ഡിപ്രഷനിലായ ഒരുപാട് പേരെ കൗൺസിലിംഗ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പുസ്തക വായന കൂടിയിട്ട് തല ജാമായി പോയ ഒരുപാട് പേരെ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കും എന്നല്ല, അങ്ങനെ സംഭവിക്കാനൊരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എന്നാലോ പുസ്തക വായന നല്ലൊരു കാര്യമാണ്. എന്നാൽ എല്ലാ പുസ്തകങ്ങളും നല്ല സാധനമാണെന്നൊന്നും പറയില്ല. പുസ്തകം എഴുതുവാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തുന്ന കുറച്ച് പേരെയൊക്കെ പരിചയമുള്ള ആളാണ് ഞാൻ. അപ്പോൾ അവർ പുസ്തകം എഴുതാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അതിൽ പറയുന്നൊരു കാര്യം, ആളുകൾക്ക് വായിച്ചിരിക്കാൻ തോന്നുന്ന പുസ്തകങ്ങൾ എഴുതുക, ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന, ആളുകളെ മുൾമുനയിൽ നിർത്തുന്ന, ആകാംക്ഷ ജനിപ്പിക്കുന്ന, പ്രതീക്ഷ ജനിപ്പിക്കുന്ന വരികൾ എഴുതുക എന്നൊക്കെ പറഞ്ഞുള്ള ട്രെയിനിങ് ഉണ്ട്. അതിനർത്ഥം ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിലസിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളാകണം എന്നൊരു നിർബന്ധമില്ല. കാരണം ഓതർ വിചാരിച്ചിട്ടുണ്ടാവുക ഇതൊരു ബെസ്റ്റ് സെല്ലർ പുസ്തകമാക്കാം, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ക്രേസ് ഉണ്ടാക്കുന്ന എന്ത് എഴുതി വെച്ചാലാണ് കൂടുതൽ പേര് വാങ്ങിക്കുക എന്നുള്ളതാണ് ഒരു ഓതർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഒരു ഫേമസായ ഓതർ എഴുതി എന്നുള്ളത് കൊണ്ട് ഒരു പുസ്തകത്തിലുള്ള കാര്യം സത്യമാകണമെന്നില്ല. മനുഷ്യർക്ക് അങ്ങനെയൊക്കെ ചില ചിന്താഗതികളുണ്ട്. ഒരു പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് വിശ്വസിക്കുകയാണ് മനുഷ്യൻ. അങ്ങനെയൊന്നുമില്ല. ഏതോ മനുഷ്യൻ്റെ മസ്തകത്തിൽ തോന്നിയൊരു കാര്യമാണ് പുസ്തകമായിട്ട് മാറുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. പുസ്തകങ്ങളൊക്കെ ഒരു മനുഷ്യൻ്റെ തോന്നലുകളാണ്. അല്ലാതെ ശരിക്കും പരീക്ഷണങ്ങൾ നടത്തി സക്സസ്ഫുള്ളായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്ന അത്തരം പുസ്തകങ്ങൾ വളരെ കുറവാണ്. പല പുസ്തകങ്ങളും കുറച്ച് പേരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ 1000 പേര് പ്രാക്ടീസ് ചെയ്തപ്പോൾ 100 പേർക്കുണ്ടായ നല്ല അനുഭവങ്ങളുടെ ഫീഡ്ബാക്കിൽ നിന്നൊക്കെ ഒരാശയം രൂപീകരിച്ചിട്ട് അതിൽ നിന്നൊക്കെ ഉണ്ടായ പുസ്തകങ്ങൾ എത്രണ്ണാണെന്നറിയും. അങ്ങനെയുള്ള ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങളുണ്ട്. സോ എന്ത് പുസ്തകം വായിക്കുകയാണെങ്കിലും ഒരു ശ്രദ്ധ വേണം അതിൽ. അത് ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം. ഇനി നിങ്ങൾ ഏത് പുസ്തകം വായിക്കുകയാണെങ്കിലും ചെയ്യാനുള്ള ഒരു പ്രാക്ടീസാണ് ഇന്നത്തെ പ്രാക്ടീസ്. ഏത് പുസ്തകം വായിക്കുകയാണെന്നുണ്ടെങ്കിലും പുസ്തകം വായിച്ചു പോകരുത്. ഞാൻ നിങ്ങൾക്കൊരു സാധനം ഷെയർ ചെയ്യാം. ഈ പുസ്തകം വായിക്കുമ്പോൾ
ശ്രദ്ധിക്കുവാനുള്ള ഒരു ചാർട്ടാണ്. അതായത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളത് വേണമെങ്കിൽ എഴുതിണ്ടാക്കിയാലും മതി. ഒരു പേജിൽ ഒരു പുസ്തകത്തിൻ്റെ ഒരു നോട്ട് ബുക്ക് ഉണ്ടായിരിക്കണം. നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ ഒരു നോട്ട് ബുക്ക് നിർബന്ധമായിട്ടും വേണം. അതിലൊരു പേജ് എടുക്കുക, ആ പേജിൽ ഞാൻ ഇന്ന് വായിച്ച പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഹെഡിങ് എഴുതുക. അതിനെ 2 പോർഷനാക്കി മാറ്റുക. എന്നിട്ട് ഒരു സൈഡിൽ പുസ്തകത്തിൽ നിന്നും വായിച്ച കാര്യം, ഇത് സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പുസ്തകത്തിൽ ഞാൻ വായിച്ചതിൽ നിന്നും എന്നെ വളരെ ടച്ച് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകത്തിലുള്ള ആ കാര്യം അതേപോലെ ഇവിടെ എഴുതുക. എന്നിട്ട് അപ്പുറത്തെ കോളത്തിൽ ഈ എന്നെ ടച്ച് ചെയ്ത ഈ ഒരു കാര്യത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതുക. ഒന്ന് പുസ്തകത്തിൽ പറഞ്ഞ കാര്യം, മറ്റൊന്ന് ആ കാര്യം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ അടിയിൽ ഒരു സെൻറ്റൻസ് അവസാനം എഴുതണം. ഈ പുസ്തകത്തിൽ നിന്നും ഈ ഒരു കാര്യം കിട്ടി, ഈ കാര്യം ഈ രീതിയിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും എന്നുള്ളത്. ഇത്രയും ഐഡിയ വേണം ഒരു പുസ്തകത്തിൽ ഒരു പേജ് വായിക്കുമ്പോൾ. സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഇത്രയും ചിട്ടയോടുകൂടെ പുസ്തകം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പുസ്തകങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒരറിവ് സ്വായത്തമാക്കി നമ്മൾ ആ അറിവിൻ്റെ എംബോഡിമെൻ്റായി മാറുന്നതിൻ്റെ ഇടയിലേ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മളൊരു പുസ്തകം വായിച്ചിട്ടാണെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണെന്നുണ്ടെങ്കിലും ഒരാളിൽ നിന്ന് ഇങ്ങനെ കേട്ട് മനസ്സിലാക്കിയിട്ടാണെങ്കിലും ഒക്കെ ഒരറിവ് സ്വായത്തമാക്കുന്നതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ശ്രവണം. കേൾക്കുക, അല്ലെങ്കിൽ വായിക്കുക, പഠിക്കുക, എന്തും അതിൽ വരും. മറ്റൊരാളുടെ തലച്ചോറിലുള്ള കാര്യത്തെ ഒരു പുസ്തകത്തിലൂടെയോ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെയോ എന്തിലൂടെയോ നമ്മുടെ തലച്ചോറിലേക്ക് ലോഡ് ചെയ്യലാണ് അവിടെ വരുന്നത്. കേട്ടിട്ടോ വായിച്ചിട്ടോ മറ്റൊരാളുടെ മസ്തകത്തിലേക്ക് ആശയം പുസ്തകത്തിലൂടെയോ മറ്റോ ആയിട്ട് നമ്മുടെ മസ്തകത്തിലേക്ക് ലോഡ് ചെയ്യൽ. ഇതിനെ ശ്രവണം അല്ലെങ്കിൽ സ്വാധ്യായനം എന്നൊക്കെ പറയും, പഠിച്ചെടുക്കൽ. രണ്ടാമത്തെ സ്റ്റേജാണ് അതിൻ്റെ മനനം. അതായത് നമ്മൾ മറ്റൊരാളുടെ തലച്ചോറിൽ നിന്നുള്ള കാര്യം നമ്മുടെ തലച്ചോറിലേക്ക് ലോഡ് ചെയ്തു. ഇനി നമ്മുടെ തലച്ചോറിലെ ഔട്ടർ മൈൻഡിൽ നിന്നും ഇന്നർ മൈൻഡിലേക്ക് അതിനെ പ്രോസസ്സ് ചെയ്ത് കയറ്റലാണ് മനനം. ആദ്യം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്നിൽ നിന്നും പുറത്ത് തെറിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ ഉപേക്ഷിക്കുക. നിങ്ങൾക്കൊരു കാര്യം കിട്ടിയല്ലോ, ഈ കിട്ടിയ കാര്യമായിട്ട് ഇരിക്കുക. നിങ്ങളും തമ്മിൽ സംസാരിക്കുക. ഇപ്പം ഞാനും നിങ്ങളും തമ്മിലാണ് സംസാരിക്കുന്നത്. ഇനി നിങ്ങളും തമ്മിൽ സംസാരിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ട അറിവിനെ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച അറിവിനെ വീണ്ടും ഒരിക്കൽ കൂടെ ഒന്ന് ഉണർത്തിയെടുത്തിട്ട് ആ അറിവിനെ നിങ്ങൾ തന്നെ നിങ്ങളോട് പറയുക. ആ സമയത്ത് അവിടെ ഒരു ഫിൽട്ടറിങ് കൂടെ നടക്കണം. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാവും, അതിനെ ഒഴിവാക്കണം. നിങ്ങൾക്ക് ശരിയല്ലാതെ തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അതിനെ ഒഴിവാക്കണം. ഓക്കെ, നിങ്ങളുടെ സാഹചര്യത്തിൽ ഇപ്പോൾ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും, ഒഴിവാക്കണം. ഇങ്ങനെ നിങ്ങൾക്കതിൽ നിന്ന് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ എത്തണം. ഇതാണ് മനനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജാണ് ആചരണം. നിങ്ങൾ കേട്ട അറിവിനെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. നാലാമത്തെ സ്റ്റേജാണ് ശീലം. ആചരണം ചെയ്ത് പരീക്ഷിക്കുകയായിരുന്നു നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിൽ. നാലാമത്തെ സ്റ്റേജിൽ അത് ഒരു രീതിയായിട്ട് മാറി. അങ്ങനെ തന്നെയാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യവും. അങ്ങനെ 4 സ്റ്റേജ് ഉണ്ട്. ശ്രവണം അല്ലെങ്കിൽ സ്വാധ്യായനം, മനനം, ആചരണം, ശീലം. ഇങ്ങനെയാണ് ഒരറിവിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കയറ്റിക്കൊണ്ടുപോകേണ്ടത്. ക്ലിയർ അല്ലേ ഈ കാര്യം? അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു അടുത്ത ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രാക്ടീസ്, നിങ്ങളൊരു പുസ്തകം എടുക്കുന്നു. പുസ്തകം വെച്ചിട്ടാണ് ഈ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഒരു പുസ്തകവും കയ്യിലില്ലാത്തവർ ഏതെങ്കിലും ഒരു നല്ല യൂട്യൂബ് വീഡിയോ യൂസ് ചെയ്തോ. പുസ്തകം എടുക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഒരു പുസ്തകം കയ്യിൽ വെക്കുക. വേണമെങ്കിൽ നോട്ട്ബുക്കിലേക്ക് നോട്ട് ചെയ്യുന്ന പോലത്തെ ആ പ്രാക്ടീസും ചെയ്യാം. പുസ്തകം കയ്യിൽ വെക്കുന്നു. പുസ്തകത്തിലെ ഒരു പേജിലെ നല്ലൊരാശയം വായിക്കുന്നു. നല്ലൊരു പോസിറ്റീവ് പുസ്തകമായിരിക്കണം കേട്ടോ, നോവലൊന്നും ആയിരിക്കരുത്. കുറച്ചൊരാശയത്തെ നമ്മൾ അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നു. കുറച്ച് മതി. ആ ഒരു വായിച്ച് മനസ്സിലാക്കിയ കുറച്ച് ആശയത്തെക്കുറിച്ചിട്ട് ഇരുന്ന് ചിന്തിക്കുന്നു. അത് മനസ്സിലൊന്ന് പറയുന്നു. മനസ്സ് പറയുമ്പോൾ ആ പുസ്തകത്തിൽ വായിച്ച സെൻറ്റൻസ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്നുള്ളത് മനസ്സിൽ പറഞ്ഞാൽ മതി. അതിനുശേഷം അതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പോകുന്നതെന്നും അത് പ്രായോഗികമാക്കുന്ന ഞാനും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്താ ഗുണം ഉണ്ടാവാൻ പോകുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് ഇമാജിനേഷൻ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ആ പുസ്തകത്തിലെ ആ ഭാഗം ഒന്നുകൂടെ വായിക്കുന്നു, ഒന്നുകൂടെ ഇരുന്ന് അത് മനസ്സിൽ പറയുന്നു. ഇത്രയാണ് പ്രാക്ടീസ്. ഇത് പൂർണ്ണമായും മനസ്സിരുത്തിയിട്ട് ഒഴിഞ്ഞൊരു സ്ഥലത്തിരുന്നിട്ട് ഒരു ശല്യവുമില്ലാതെ ചെയ്തൊരു പ്രാക്ടീസാണ്. അറിവിനെ ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രോപ്പർ മെത്തേഡാണ്. ഇങ്ങനെയല്ലാതെ അറിവുകൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കാലം കഴിയുമ്പോൾ ഒരുപാട് അറിവുകളുള്ള ഒരു എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പോലെയായി മാറും.
ബട്ട് ജീവിതത്തിൽ വിവേകം ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഒരുപാട് അറിവുകളുണ്ട്, പക്ഷേ ജീവിതം നശിച്ച് കിടക്കുകയാണ്. ഇങ്ങനത്തെ എത്ര പേരെ എനിക്കറിയാമെന്നറിയോ? ഒന്നും അവരോട് അങ്ങോട്ട് പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും ഇത് എനിക്കറിയാം, ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയും. സകലതും അവർക്ക് അറിയാം, പക്ഷെ അവരുടെ ജീവിതത്തിൽ യൂസ് ആവുന്നില്ല. ഇത് അറിവിനെ വാല്യൂ ഇല്ലാതെ യൂസ് ചെയ്തതിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ അറിവിൻ്റെയും കാര്യമല്ല, ഒരു ജനറൽ നോളജിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ജീവിതത്തെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അറിവിൻ്റെ കാര്യമാണ് പറയുന്നത്. അത്തരത്തിലുള്ള അറിവുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പഠിക്കുന്ന സമയത്ത് അത് വേണമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. നിങ്ങളത് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. സ്വന്തം ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഒരു ഉദ്ദേശമില്ലാതെ ഒരു തരത്തിലുള്ള പ്രോഗ്രസീവ് നോളജും നമ്മുടെ ഉള്ളിലേക്ക് കയറ്റരുത്. അതൊക്കെ കയറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഭാവിയിൽ ഒരു മാനസിക പ്രശ്നം ഉണ്ടായിട്ടൊരു സൈക്കോളജിസ്റ്റിൻ്റെ മുന്നിൽ പോയിരുന്നിട്ട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എനിക്ക് അറിയുന്ന കാര്യമാണ്, ഇതൊക്കെ ഇപ്പോൾ ഇയാൾ പറഞ്ഞു തന്നിട്ട് വേണം എന്ന് തോന്നും. നിങ്ങളുടെ ഉള്ളിലെ ഈഗോ കൂടും എന്നല്ലാതെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. അതുകൊണ്ട് അറിവ് ഇത്തരത്തിലുള്ള സെൽഫ് പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള അറിവുകൾ സ്വീകരിക്കുമ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള അത്രയും എടുത്താൽ മതി. നമ്മുടെ മസ്തിഷ്കത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മസ്തിഷ്കത്തിന് ഈ ലോകത്തിലുള്ള സകല കാര്യവും കൊണ്ട് കുത്തി നിറച്ച് കഴിഞ്ഞാൽ അതിൽ സ്പേസ് കുറയും, GB കുറയും. നമ്മുടെ മെമ്മറി കാർഡിൽ സ്പേസ് ഇല്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. ഇതുപോലെ സകലതും കൊണ്ട് നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ സ്പേസ് ഡൗൺ ആകും. നമ്മൾ ഒരുപാട് തിങ്ങി നിറഞ്ഞ അറിവുകൾ ഉള്ള തീരെ വിവേകമില്ലാത്തൊരു മനുഷ്യനായിട്ട് മാറും. അറിവും വിവേകവും തമ്മിൽ വ്യത്യാസമുണ്ട്. അറിവെന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് ഇൻഫർമേഷനാണ്. വിവേകം എന്ന് പറയുന്നത് കൃത്യമായ സമയത്ത് ഞാൻ കൃത്യമായി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഇൻറ്റ്യൂഷൻ ഉണ്ടാവലാണ്. വിവേകമാണ് ഒരു മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യം. മദ്യപാനം ചെയ്യുന്ന ഒരാൾക്ക് കുപ്പിയിൽ എന്നും വായിക്കുന്നതാണ് മദ്യപാനത്തിന് ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ളത്, പക്ഷേ അദ്ദേഹം കുടിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ആ അറിവുണ്ട്, പക്ഷേ വിവേകമില്ല. ഇതുപോലെയാണിത്. അപ്പോൾ വിവേകം വർദ്ധിക്കണമെങ്കിൽ കുറേ പീസ് ഓഫ് ഇൻഫർമേഷൻ വേണമെന്നില്ല, അറിവുകൾ വർദ്ധിക്കണം എന്നില്ല വിവേകം വർദ്ധിക്കുവാൻ. കുറച്ച് അറിവ് മതി, പക്ഷേ ഉള്ള അറിവിനെ ലൈഫിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് തിങ്ക് ചെയ്യണം. നിങ്ങൾ 5 മിനിറ്റ് ഒരു പുസ്തകം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റ് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും പദ്ധതി ഉണ്ടാക്കുവാനും ഉപയോഗിക്കണം. ഇങ്ങനെ വായന ഒരു ശീലമാക്കി കഴിഞ്ഞാൽ ചെറിയ പ്രോഗ്രസ്സുകൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ചെറിയ ചെറിയ പ്രോഗ്രസ്സുകൾ ചേർന്നിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും വലിയ പ്രോഗ്രസ് ഉണ്ടാവുക. ആളുകൾ പൊതുവെ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ വലിയ പ്രോഗ്രസ്സുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ വലിയ പ്രോഗ്രസ്സുകൾ ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മടുപ്പുണ്ടാകും. അതിനേക്കാൾ നല്ല മെത്തേഡാണ് ചെറിയ ചെറിയ പ്രോഗ്രസ്സുകൾ ഉണ്ടാക്കിയിട്ട് പതുക്കെ നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഒരു ദിവസം ഒരു 0.1% ചേഞ്ച് നമ്മളിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു 2-3 കൊല്ലം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അവസ്ഥ എവിടെ എത്തിയിട്ടുണ്ടാവും? ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ സ്മോൾ പ്രോഗ്രസ്, പല തുള്ളി പെരുവെള്ളം, കുഞ്ഞു കുഞ്ഞു തുള്ളികൾ വീണിട്ടാണ് ഈ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. അല്ലാതെ എല്ലാം കൂടെ ആകാശത്ത് നിന്ന് കുത്തിയൊലിച്ച് വന്നതല്ല, കുഞ്ഞു കുഞ്ഞു തുള്ളികൾ പെയ്തിട്ടാണ്. ഒരു ചെറിയ തീപ്പെട്ടിക്കൊള്ളിയിലെ തീയായിരിക്കും ചിലപ്പോൾ ഒരു നാടിനെ മുഴുവൻ കത്തിച്ചു കളയുന്നുണ്ടാവുക. അപ്പോൾ ചെറുതിൽ വിശ്വസിക്കണം നമ്മൾ. നമ്മുടെ തലച്ചോറിന് ചെറിയ ചെറിയ പ്രാക്ടീസുകൾ കൊടുത്തിട്ടാണ് ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റുക എന്ന് മനസ്സിലാക്കണം. വലിയ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ റിജക്ഷനാണ് ഉണ്ടാവുക തലച്ചോറിൽ നിന്ന്. അതുകൊണ്ട് അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ബുക്ക് വായിക്കുകയാണെങ്കിലും യൂട്യൂബ് വീഡിയോസ് കാണുകയാണെങ്കിലും ഒക്കെ കുഞ്ഞു 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 പീസുകൾ എടുത്തിട്ട് അതിനെ ഒന്ന് ദഹിപ്പിക്കണം നമ്മൾ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടെ വാരി വലിച്ച് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അമിതമായി വാരി വലിച്ച് ചവയ്ക്കാതെ അങ്ങോട്ട് കഴിച്ച് വിഴുങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ ദഹനേന്ദ്രിയം തകരാറിലാവുകയാണ് ചെയ്യുന്നത്, ഊർജ്ജം കിട്ടില്ല നമുക്ക്, ദഹനേന്ദ്രിയ കേടാണ് ഉണ്ടാവുന്നത്. ഇതുപോലെ അമിതമായ അറിവുകൾ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മനനേന്ദ്രിയ തകരാറുണ്ടാവും. മനനേന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഏതാ? മനസ്സ്, തലച്ചോറ്. മനനേന്ദ്രിയ തകരാറുണ്ടാകും. അതുകൊണ്ട് അമിതമായി വാരി വലിച്ച അറിവുകൾ ഉള്ളിൽ നിറയ്ക്കുക എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് വേണ്ട. സെൽഫ് പ്രോഗ്രസ്സിന് ഉതകുന്ന 1-ൽ കൂടുതൽ വീഡിയോസ് ഒരു ദിവസം കാണരുത്. ശ്രദ്ധിക്കുക. മോട്ടിവേഷൻ വീഡിയോസോ എന്ത് വീഡിയോസ് ആയാലും 1-ൽ കൂടുതൽ വീഡിയോസ് കാണരുത്. ഒരു വീഡിയോ മതി. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അത് ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് മതി അടുത്തത് കാണൽ. ഇങ്ങനൊരു ശീലം വേണം. ഇത്തരത്തിലുള്ള ഒരു മെൻ്റൽ പ്രാക്ടീസ് ഇല്ലാതെ അറിവിനെ നമ്മൾ സമീപിക്കാൻ പോയാൽ അറിവ് ഒരു മലവെള്ളപ്പാച്ചിലായിട്ട് നിങ്ങളെ മുക്കി കൊല്ലും. അതാണ്. അറിവ് കൂടിപ്പോയിട്ട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്. സോ ദഹിക്കാത്ത സാധനങ്ങൾ കഴിച്ച് പ്രശ്നത്തിലാവുന്നത് പോലെയാണ് ദഹിക്കാത്ത അറിവുകൾ, അതായത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ ഉദ്ദേശമില്ലാത്ത അറിവുകൾ സ്വീകരിച്ച് വയ്ക്കുന്നത്. ഗുണമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. സോ നമ്മളിന്ന് ചെയ്യേണ്ട പ്രാക്ടീസ് ഇതാണ്.
നിങ്ങളൊരു പുസ്തകം വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലത്തെ പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാനുവലിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണ് ഈ പ്രാക്ടീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ തന്നത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ചോദിക്കാനുണ്ടെങ്കിൽ ഉള്ള സമയമാണ്. ഇന്നലത്തെ കുറേ ചിത്രങ്ങൾ ഞാൻ കണ്ടു കേട്ടോ. മനോഹരമായ ചിത്രങ്ങൾ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞപ്പോൾ ഏതാ ബെറ്റർ എന്നുള്ളതിലേക്ക് ഞാനേ കൺഫ്യൂഷനാണ്. അത്രയും നന്നായിട്ട് എല്ലാവരും ആത്മാർത്ഥമായി വർക്ക് ചെയ്തിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ എല്ലാവർക്കും ഇത്രയും സീരിയസ് ആയി ഇതിനെടുക്കുന്നതിൽ. ഓക്കെ.